നമസ്കാരം. അപ്പോ ഇന്ത്യൻ 2 അതായത് ஊராடாது படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. സകലകലാവല്ലഭൻ കമൽഹാസന്റെ ഇന്ത്യൻ 2 എന്തായാലും കട്ട വെയിറ്റിംഗിലാണ്. തീർച്ചയായിട്ടും ഒത്തിരി നാളത്തെ ഒരു പ്രതീക്ഷകൾക്കൊടുവിൽ അടുത്ത മാസം ഇന്ത്യൻ 2 നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്താണ്. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். ശരിക്കും ട്രെയിലർ കണ്ടപ്പോ വേറെ റേഞ്ചാണ്, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതിനകത്ത് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മ്യൂസിക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പറന്നാനെ. പക്ഷെ അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിഷ്യന്റെ മ്യൂസിക് നമ്മൾ ഒത്തിരി സോങ്സ്, ഒത്തിരി BGM ഒക്കെ നമുക്ക് കേട്ടിട്ടുള്ള ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യൻ 2 എന്ന ഈ കമൽഹാസന്റെ ഈ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ എന്തായാലും സംഗീതമൊക്കെ വേറെ ലെവലായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കട്ട വെയിറ്റിംഗിലാണ്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഓരോ രംഗങ്ങളും ശരിക്കും പുളകം കൊള്ളിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്കൊരു എനർജി, പവർ. நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணோன்னு வாய்க்கே பேசுவோம். ശരിക്കും ശങ്കർ മാജിക്കിൽ പിറക്കുന്ന ഒരു ചിത്രത്തിൽ സാധാരണ മലയാളം ആക്ടേഴ്സിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. നിരവധി വേണമൊക്കെ ആദ്യ ഭാഗത്തുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ എന്തോ ഒരു മാജിക് ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് എന്താണ് എന്നുള്ളത് അടുത്ത മാസം റിലീസിങ്ങിന് ശേഷം നമുക്ക് എന്തായാലും നേരിട്ട് കണ്ടറിയാനുള്ള എന്തായാലും കട്ട വെയിറ്റിംഗിലാണ്. എന്തായാലും ചിത്രം വേറെ ലെവലായിരിക്കും. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു പവർ, അത് എനർജി ഒന്ന് കഴിഞ്ഞിരിക്കണം. എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം, എന്തായാലും സൂപ്പർ ഹിറ്റ് ചിത്രം ആയിരിക്കും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഈ ഓരോ ശങ്കർ മാജിക് സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത്. സരി ചെയ്യறதுக்கு ഒരു തുരുമ്പ കൂടെ കിള്ളി പോടുന്നില്ല. തീർച്ചയായിട്ടും കമൽഹാസന്റെ അതിമാനുഷികമായ ഓരോ സംഘടനകളും ഓരോ രംഗങ്ങളും, അതിനൊപ്പം തന്നെ കളരി ഇന്ത്യൻ ആദ്യ ഭാഗത്ത് കളരിക്ക് വളരെ വാല്യൂ കൊടുത്ത ഒത്തിരി രംഗങ്ങൾ നമ്മൾ കാണിച്ചായിരുന്നു. തീർച്ചയായിട്ടും മർമ്മങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒത്തിരി വാല്യൂള്ള ഒട്ടനവധി രംഗങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലും കളരിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ ചെറിയ രംഗങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിലെ സോങ്, മ്യൂസിക് വളരെയധികം വേറൊരു തലത്തിലുള്ള രീതിയിലാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ട്രെയിലറിലെ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും സേനാപതി 2 എന്ന് വേണമെങ്കിൽ തന്നെ വീണ്ടും നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഓരോ സെക്കൻഡുകളിലും നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്താവുന്നതിന് അപ്പുറത്തേക്കാണ് ഈ ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിലറിലൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ വളരെയധികം വാല്യൂബിൾ ആയുള്ള ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിനകത്ത് കയറി പറ്റിയതായിട്ടാണ് നമുക്ക് വീണ്ടും തോന്നുന്നത്. ഈ ഒരു ചിത്രം റിലീസിങ്ങിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അതായത് ഈ ഒരു ജനറേഷനിലും സേനാപതി 2, അതായത് പ്രായമുള്ള കമൽഹാസന്റെ ഒരു പവർ, എനർജി എന്തായാലും തീർച്ചയായിട്ടും പുളകം കൊള്ളിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. തീർച്ചയായിട്ടും പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഒരു ട്രെയിലറിനുള്ള ഒരു എനർജി. സേനാപതി ഫ്രീഡം ഫൈറ്റർ, ഡബിൾ ഇമ്പാക്റ്റ് അല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഇമ്പാക്റ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം റിലീസ് അടുത്ത മാസം കട്ട വെയിറ്റിംഗിലാണ്. എന്തായാലും കമൽഹാസന്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള വേറെ റേഞ്ച്, വേറെ തലത്തിലുള്ള ഒരു ചിത്രമായിരിക്കും ഈ ഒരു ചിത്രം. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഓരോ റൂൾസ്, ഇന്ത്യയുടെ നിയമങ്ങളെ കവച്ച് വെച്ചിട്ട് പോകുന്ന ഓരോ മൂവ്മെന്റ്സിലും കമൽഹാസൻ ഓരോന്ന് തട്ടിക്കളയുന്ന രംഗങ്ങളാണ് തീർച്ചയായിട്ടും കാണിച്ചിരിക്കുന്നത്. എന്തായാലും അതിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഒത്തിരി രംഗങ്ങൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും നല്ലൊരു ചിത്രമായിരിക്കും. ശങ്കർ മാജിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും കമൽഹാസൻ, അതായത് സകലകലാവല്ലഭൻ കമൽഹാസൻ എന്ന് പറയുന്ന ഓരോ രംഗങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നൃത്തം, അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ്, അദ്ദേഹത്തിന്റെ ഓരോ ആക്ഷൻ രംഗങ്ങൾ തീർച്ചയായിട്ടും കളരിക്ക് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണ് എന്നുള്ളതാണ് വീണ്ടും കാണിക്കുന്നത്. അതായത് ട്രെയിലറുകളിൽ നമുക്ക് വീണ്ടും അത് കാണാൻ സാധിച്ചിരിക്കുന്നത്.
ഇന്ത്യൻ 2 സേനാപതി 2 എന്തായാലും തീർച്ചയായിട്ടും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തിയേറ്ററിൽ പാക്കും വരെയും വീണ്ടും കാണാം. എന്തായാലും ഒരു നല്ലൊരു ശങ്കർ മാജിക് ചിത്രം തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു സീല് തന്നെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ജനഹൃദയങ്ങളിലാണ് സീല് വെച്ചിരിക്കുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ആ ഒരു ചിത്രത്തിൽ നമുക്ക് നേരിട്ട് കാണുമ്പോഴേയും കാത്തിരിക്കാം. ഓക്കെ, ബൈ. அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இண்டியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். ஓடவும் முடியாது, ஒளியவும் முடியாது. டாமன் ஜெரி ஆட்டம் ஆரம்பிச்சிருச்சு.